അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഇതെവിടെയാണ്? പുന്നമടക്കായലാണോ? അല്ല, തിരുവനന്തപുരം നഗരം. എന്താ ഉറക്കം വരുന്നു? ഇതെന്ത് മോഡലാണെന്ന് ഓർമ്മയുണ്ടല്ലോ? വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഡച്ച് മാതൃക. അത് തന്നെ, ഡച്ച് മോഡൽ. ഗവൺമെന്റും തിരുവനന്തപുരം കോർപ്പറേഷനും ഉണർന്നു തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിയാ. ഏത് ശരി? മഴ ലേറ്റ് ആവും വിചാരിച്ചാണ്, പക്ഷെ ലേറ്റസ്റ്റ് ആയി വന്ന്. വൃത്തിയാക്കില്ല, മടിക്കുമ്പോ വൃത്തിയാക്കണ്ടേ? ഓ, വൈകിപ്പോയോന്നാ? ഇല്ല, ഒരുപാട് നേരത്തെയാണ്. വൈകിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. വൃത്തിയാക്കാൻ വേണ്ടി ഇനിയും എത്രയെത്ര മഴക്കാലം മുമ്പിൽ കിടക്കുന്നുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അങ്ങനെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. ആരുടെ ഭാഗത്തും വീഴ്ചയുണ്ടാവില്ല എന്നുള്ളതാണ് ഡച്ച് മോഡലിന്റെ മറ്റൊരു സവിശേഷത. ഞാൻ 95-2000 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്നു. 30 കൊല്ലം കഴിയാണ്. എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. അന്നും നഗരത്തിൽ മഴ പെയ്താൽ ഇതേ രൂപത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. അതായത് 30 കൊല്ലം മുമ്പുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എങ്ങനെയുണ്ട് ഡച്ച് മോഡല്? എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യമല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യം മാത്രമാണ്. സ്വാഭാവികമായ ചെറിയൊരു വീഴ്ച. അപ്പോഴാണ് മേയറുടെ കർശനമായ ഇടപെടൽ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പലപ്പോഴും ചെറിയ കാര്യങ്ങളെ അങ്ങനെ വലുതായി തന്നെ പത്രക്കാർ കാണിക്കുന്നുണ്ട്. നീ ആള് കൊള്ളാമല്ലോടാ.